ഒരുപാട് പറയണില്ല ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ. അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിൽക്കണത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവിനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ, ഉംഫി ഫാൻസ് ഇന്ത്യ, ഉംഫി. ഉണ്ണിമുകുന്ദനും ഷെയ്ൻ നിഗവും തമ്മിലുള്ള വിഷയം. അപ്പൊ ഈ ഒരു വിഷയം തുടങ്ങിയത് അവിടെ നിന്നാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതായത് ഈ UMF എന്നുള്ളതിനെ ഈ നമ്മുടെ ഷെയ്ൻ നിഗം ഒരു ഇന്റർവ്യൂവിനകത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് ചേർത്തങ്ങ് പറഞ്ഞിട്ട് ഫീയൊന്നും കൂടെ ചേർത്തങ്ങ് പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഒരു സംഭവം. അപ്പൊ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് അത് പക്ക ഒരു പറഞ്ഞത് ഒരു മോശമായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോഴത്തേക്ക്. അല്ലാണ്ട് അതിനങ്ങോട്ട് ഇപ്പൊ ഷെയ്ൻ നിഗം കോമഡി ആയിട്ട് പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അതായത് ഒരാളെയും അയാളുടെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനീനെ അപമാനിക്കുന്ന രീതിക്ക് തന്നെ പറഞ്ഞായിട്ടാണ് എനിക്ക് ആ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നിയത്. ഒരിക്കലും ഞാൻ ആ ഒരു വിഷയത്തിനകത്ത് ഷെയ്ൻ നിഗത്തിന് സപ്പോർട്ട് ചെയ്യൂല. കാര്യം എനിക്ക് ആ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഈ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു വിഷയം എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നുള്ളതിന്റെ അതിന്റെ ക്ലിപ്പ് ഒന്ന് കാണാം. എനിക്ക് ഷെയ്ൻ മഹിമ കോംബോ ആണ് ഇഷ്ടം. ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്റ്റീവിലല്ലേ. എന്താ നമ്മൾ തമ്മിൽ ചേർച്ചയില്ലേ? ഒരു മഹി അല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ, ഉംഫി ഫാൻസ് ഇന്ത്യ. അത് ശരിക്കും ഷെയ്ൻ നിഗത്തിന്റെ കയ്യിൽ നിന്ന് പോയൊരു കേസാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതെന്തേ പിന്നെ ഷെയ്ൻ നിഗം വെറുതെ ഇട്ട് അവിടെ ഇട്ട് ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് കണ്ടത് തോന്നിയത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ പക്ക ഒരു ഹൂളത്തന്നെ തന്നെയാണ് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞത്. അത് എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെ പറയണം. പുള്ളി പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരാളെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് അപമാനിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. പിന്നെ ഇനി ഷെയ്ൻ നിഗം വന്നിട്ട് ഇപ്പൊ ഷെയ്ൻ നിഗത്തിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മദ്രാസ്കാരൻ എന്നാണ് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ പ്രൊമോഷൻ അല്ല പടം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയെന്നാണ് വന്നിട്ട് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അതൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് പറയണില്ല ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ. അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിൽക്കണത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവിനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്താണ് കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലും കണ്ടറിയാം, കുറച്ച് ഷോന്നുള്ള റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ കണ്ടല്ലേ പടം, നിങ്ങളൊന്നും വിലയിരുത്തില്ല. അത്ര പറയാൻ പടം കണ്ട് തീരുമാനിക്കാം. അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കാൻ നിങ്ങൾ വിലയിരുത്തരുത്, അത്ര പറയാനുള്ളൂ. സിനിമ കാണുമ്പോൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പോൾ രംഗയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അത് വലിയ കാര്യമല്ലേ. താങ്ക് യു ബ്രോ, വലിയ കാര്യമാണ്. അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആണ്, അതായത് നൈറ്റ് ഷോ. ഞങ്ങളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു റൂം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. അപ്പൊ ഷെയ്ൻ നിഗം പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു പടമാണ് ഷെയ്ൻ നിഗം ഇപ്പൊ ഇറക്കി വിട്ടേക്കണതെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണ് നമുക്കിത് കണ്ടിറങ്ങിയ ഓഡിയൻസിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഭയങ്കര ഓവറാണ്. ക്രഞ്ച് ഒലിപ്പിച്ചിട്ടൊക്കെയാണെങ്കിൽ അങ്ങ് തള്ളയാണ്. കണ്ടോണ്ടിരിക്കാൻ പറ്റൂലെന്ന്, കരയാനും വയ്യ, ചിരിക്കാനും പറ്റാത്ത അവസ്ഥയൊന്നും പറ്റൂല, സഹിച്ചിരിക്കാൻ പറ്റൂല. 2.5 മണിക്കൂർ AC ഉറങ്ങണമെങ്കിൽ ഇതിനെടുത്ത സെറ്റ് ആയിരിക്കും. ആസ് എ പെർഫോമർ ഷെയ്ൻ എപ്പോഴും ഭയങ്കര കിടിലം വ്യക്തിയാണ്, നല്ലൊരു പെർഫോമറാണ് ശരിക്കും. ഷൈനിൻ്റെ ആയിക്കോട്ടെ പലയിടത്തും ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഷൈനിൻ്റെ ഒരു നാച്ചുറൽ സാധനമൊന്നും വന്നിട്ടൊന്നുമില്ല. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കഴിവുള്ളൊരു നടനാണ്. ആക്ടിംഗ് ഒക്കെ ഓക്കെയാണ്. ഡബിങ്ങിന്റെ ചെറിയൊരു വിഷയമുള്ളൂ, അല്ല പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാം. ഓക്കെ, അപ്പൊ കേട്ടല്ല. അതായത് ഷെയ്ൻ നിഗത്തിന്റെ ആ ഒരു പടത്തിന്റെ ഒരു റിവ്യൂ പബ്ലിക് തന്നെ പറയുന്നതാണ്. അപ്പൊ നമ്മളായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ പടത്തിനെ പറ്റി പറയാനും പോള. ഞാൻ ഈ പടം കാണുമെന്നും എനിക്ക് തോന്നല്ല. എന്തായാലും ഇത്രയൊക്കെ കേട്ടിട്ട് പിന്നെ എനിക്ക് ആ പടം കാണാനായിട്ടുള്ള യാതൊരു മൂഡും എനിക്കില്ല. അത് OTT വന്നാൽ പോലും ഞാൻ കാണൂലായിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തോ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് പബ്ലിക്കിന് പറയാനുള്ള ആ ഒരു പടത്തിനെ പറ്റി. അപ്പൊ ഈ ഒരു കർമ്മ എന്നൊക്കെ പറഞ്ഞൊരു സാധനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് ഒരു സമയത്ത് നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞു, ഇപ്പൊ അയാളുടെ പടം ഹിറ്റായിട്ട് നിൽക്കുന്നു. അപ്പൊ അതേ സമയം തന്നെ നമ്മുടെ പടം ഇറങ്ങിയിട്ട് അത് അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ. കർമ്മ, ജസ്റ്റ് കർമ്മ. അപ്പൊ ഇനി മാർക്കോനെ പറ്റി ഈ നമ്മുടെ ഷെയ്ൻ നിഗം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ഓൾറെഡി മാർക്കോ ഒക്കെ ഒരു വയലന്റ് മൂവി കണ്ടു. മാർക്കോ കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല, ഷൂട്ടില്. ഓക്കെ, മാർക്കോ പോലുള്ള മൂവീസ് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് കണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. എങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഉൺചേട്ടനെ വിളിച്ചിരുന്നോ? കാരണം ഇത്രയും ഭയങ്കര വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു പരിചയം അടുപ്പം ഇല്ല, അതുകൊണ്ട് വിളിച്ചില്ല. പിന്നെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കായിരുന്നു, പടം കണ്ടിട്ടില്ല.
അത് പുള്ളി ഫെയർ ആയിട്ട് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇപ്പൊ ഈ ഇന്റർവ്യൂവർ ആണെങ്കിലും അത് ചോദിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നൊക്കെ കാണുന്ന ആർക്കായാലും മനസ്സിലാവും. കാര്യം ആ ഒരു വിവാദം ഓൾറെഡി കിടക്കണമെന്നുകൊണ്ട് അതിനെ ഇതിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് റീസൺ ആക്കാന്നുള്ള ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്തത്. അപ്പൊ ആ സംഭവം എന്തായാലും പാളിപ്പോയി. കാര്യം പുള്ളിക്കാരൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ പടം കണ്ടിട്ടില്ല, പിന്നെ അതേപോലെ ഞങ്ങൾ എപ്പോഴും വിളിച്ചിട്ടുള്ള അങ്ങനെ പരിചയവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് പുള്ളി നല്ല ഡീസെന്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്റെ പൊന്നു തൊണ്ട പോയിരിക്കണേട്ടോ, സോറി ചുമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഷെയ്ൻ നിഗത്തിന്റെ തന്നെ മറ്റേ ആറാട്ടണ്ണനെ ഉണ്ടായ അതിന്റെ ബാക്കിയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ മീഡിയാസ് ജെന്യൂനായ റിവ്യൂസ് പടം ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ. ഒരുപാട് പറയുന്നില്ല, പറഞ്ഞത് ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ, അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കുന്നത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യൂനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വലിയൊരു റിക്വസ്റ്റ് ആണ്. പടം നല്ലതാണെങ്കിൽ നല്ലതാണ് പറയാം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ, നിങ്ങൾ ആലോചിക്കും. സാധാരണ നല്ല പടമാണ്, അതൊന്നും ഇവിടെ കുറച്ച് നെഗറ്റീവ്. ലിറ്റിലാസ് നല്ല പടമാണ്. ഈ ഷെയ്ൻ എന്ന് പറയുന്ന ആളോട് എന്തോ ഒരു വ്യക്തിപരം പോലെ എനിക്ക് തോന്നുന്നു ആൾക്കാർ. ലിറ്റിലാസ് നല്ല മൂവിയെ എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്, അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ, അതിന് പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ ആറാട്ടണ സൈഡിൽ പൊറ്റോ അവിടെ ഷെയ്ൻ അവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ആറാട്ടണ ലിറ്റിൽ ഹാർട്സിനെയൊക്കെ പൊക്കി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ലിറ്റിൽ ഹാർട്സ് എനിക്ക് കുഴപ്പമില്ലാത്തൊന്നും തോന്നിയൊരു പടമാണ്, അല്ലാണ്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ലിറ്റിൽ ഹാർട്സ് തോന്നിയൊരു പടമൊന്നുമല്ല. അപ്പൊ ആറാട്ടണ്ണൻ എന്റെ പൊന്നു പോയി അവിടെ ആറാട്ടണ്ണനും ഷെയ്നിന് ഇടയ്ക്ക് ഒരു ഊക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ചിലവന്മാര് പറയാതൊന്നും കേൾക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആറാട്ടണ്ണന്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അത് വേറൊരു വീഡിയോനകത്ത് ഞാൻ കണ്ടതാണ്. അപ്പൊ എന്തായാലും ആറാട്ടണ്ണൻ അത് അങ്ങോട്ട് പോട്ടെ. അപ്പൊ ഷെയ്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മളെ തന്നെ അഫക്റ്റ് ചെയ്യും. അതിപ്പോൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ അഫക്റ്റ് ചെയ്യും, അതിപ്പോൾ നമ്മൾ ചെയ്ത മോശം കാര്യങ്ങളാണെങ്കിൽ അത് മോശം രീതിക്ക് തന്നെ അഫക്റ്റ് ചെയ്യും. അതിപ്പോൾ പല വഴിക്കായിരിക്കും, അതിനെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ദൈവം എന്ന് പറഞ്ഞ സാധനത്തിനോട് എനിക്ക് വിശ്വാസമില്ല, പക്ഷെ കർമ്മ എന്ന് പറഞ്ഞ സാധനത്തിനോട് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ ഷെയ്ന് കിട്ടിയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നത് കർമ്മയുണ്ട്, നിങ്ങൾക്ക് അത് കിട്ടിയതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഇപ്പൊ നമ്മുടെ ഉണ്ണിമൂന്തൻ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ വിക്രമൊക്കെ ആയിട്ടൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയുന്നത്? വീഡിയോയുടെ കണ്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഒരുപാട് പറയണില്ല, പറഞ്ഞത് ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ, അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കുന്നത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യൂനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആറാട്ടണ്ണ എന്താണ് കണ്ടിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടറിയാം, കുറച്ച് ഷോന്നുള്ള റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ കണ്ടല്ലേ പടം, നിങ്ങളെ വിലയിരുത്തുക, അത്ര പറയാം. പടം കണ്ട് തീരുമാനിക്കാം, അല്ലാണ്ട് ഓരോ ചിലവന്മാർ